ക്രൈസ്തവ സഭകൾ BJPയെ പിന്തുണയ്ക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഞാൻ തുടങ്ങട്ടെ. കാലാകാലങ്ങളായിട്ട് കേരളത്തിലെ ക്രൈസ്തവ സഭകൾ UDFനോട് അനുഭാവം പുലർത്തുന്നവരാണ്. കേരള കോൺഗ്രസിനോടും അനുഭാവം പുലർത്തുന്നവരാണ്. ഇവരുടെ ഒരു വോട്ട് ബേസ് തന്നെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹമാണ്. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ നിന്ന് വലിയ പിന്തുണ കാലാകാലങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അത് സ്വാതന്ത്ര്യപ്രാപ്തിക്ക് മുമ്പ് പോലും തിരുവിതാംകൂർ ഭാഗത്ത് അങ്ങനെയായിരുന്നു. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷവും വ്യത്യാസമില്ല. കേരള കോൺഗ്രസ് ഉണ്ടായ ശേഷം ചെറിയൊരു ഭിന്നിപ്പുണ്ടായിരുന്നു. പക്ഷേ അതുകൂടി ചേർത്ത് ഐക്യമുന്നണി ഉണ്ടായപ്പോൾ തീർച്ചയായിട്ടും ആ വോട്ട് ബാങ്ക് തിരിച്ചു വരികയുണ്ടായി. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ ഇവർ വളരെ ന്യായം എന്ന് വിശ്വസിക്കുന്ന ചില കാര്യങ്ങൾക്ക്, പ്രത്യേകിച്ച് മുനമ്പത്തെ വളരെ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കാര്യം, അവർ കോഴിക്കോട് ഫറൂഖ് കോളേജിൽ നിന്ന് പണം കൊടുത്ത് വാങ്ങിയ വസ്തു, അല്ലാതെ കയ്യേറിയതല്ല, പിടിച്ചു പറിച്ചതല്ല, മറ്റ് ചില ആളുകൾ പറയുന്ന പോലെ നിയമവിരുദ്ധമായി കൈയടക്കിയതല്ല. അങ്ങനെയുള്ള വസ്തു സംരക്ഷിക്കുന്നതിന് അവർക്ക് നിയമപരമായ അവകാശം ലഭിക്കണം, അതിന് ഭരണഘടനാപരമായ പരിരക്ഷ ലഭിക്കണം. ഇത്ര ക്രൈസ്തവ സഭകൾ ആവശ്യപ്പെടുന്നുള്ളൂ. അല്ലാതെ വഖഫ് ബോർഡിൻ്റെ മാനേജ്മെൻറ്റിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണമെന്നോ അതിലെ വിദഗ്ധാംഗങ്ങളായിട്ട് വരുന്നവർ അല്ലെ എക്സോഫീഷ്യോ ആയിട്ട് വരുന്നവർ ആ മുസ്ലിങ്ങൾ തന്നെയാ വേണം എന്ന് നിർബന്ധമില്ല എന്ന വ്യവസ്ഥയിൽ അവർക്കൊരു താല്പര്യമില്ല. 100% ഞാൻ യോജിക്കുന്നു. ഇസ്ലാം മതം സ്വീകരിച്ച് 5 കൊല്ലം കഴിഞ്ഞതിന് ശേഷമേ വസ്തു വഖഫ് ചെയ്യാൻ പാടുള്ളൂ എന്ന വ്യവസ്ഥയിലും അവർക്ക് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. അതൊന്നും അവരെ ബാധിക്കുന്ന വിഷയമല്ല. ക്രൈസ്തവ സഭകൾ ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ നേരത്തെ SNDP അടക്കമുള്ള ആളുകൾ ആവശ്യപ്പെട്ടിരുന്നത്, ഈ മുനമ്പത്തെ വസ്തുവിന് 404 ഏക്കർ എന്ന് രേഖയിൽ കാണുന്നു, കേവലം 100 ഏക്കറിൽ താഴെ മാത്രം വിസ്തൃതിയുള്ളതുമായ ഭൂപ്രദേശത്തിന് നിയമപരമായ പരിരക്ഷ ലഭിക്കണം എന്ന് മാത്രമാണ്. അങ്ങനെ പരിമിതമായ ആവശ്യം ഉന്നയിച്ചിട്ട് പോലും കോൺഗ്രസ് ഹൈക്കമാൻഡ് അത് ഗൗനിക്കുന്നില്ല എന്ന് വന്നപ്പോഴാണ് അവരിങ്ങനെ ഒരു കടുത്ത നിലപാടിലേക്ക് പോയത്. ഇപ്പം പരിശോധിക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാമല്ലോ സ്വാഭാവികം ഈ കാര്യത്തിൽ എന്തൊക്കെ കാപട്യമാണ് ബന്ധപ്പെട്ട ആളുകൾ ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്, പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് വഖഫ് ഭൂമി അല്ലാന്ന് ചില ആൾക്കാർ പറഞ്ഞു. ആ വഖഫ് ഭൂമിയാണ് എങ്കിലും അവരെ ഇറക്കി വിട്ടില്ല എന്ന് പറഞ്ഞു. ഇതിൽ ഞങ്ങൾക്ക് യാതൊരു ക്ലെയിമും ഇല്ലെന്ന് ഫറൂഖ് കോളേജ് വഖഫ് ട്രിബ്യൂണലിൽ വന്ന് പറഞ്ഞു. അതിനുശേഷവും ചില ആളുകൾ വഖഫ് സംരക്ഷണ സമിതി ഉണ്ടാക്കി ഹൈക്കോടതിയിൽ കേസ് നടത്തുന്നു. കേരള സർക്കാർ ജസ്റ്റിസ് രാമേന്ദ്രൻ നായരുടെ അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കും. ആ കമ്മിറ്റി അവരുടേതായ രീതിയിൽ തെളിവെടുപ്പ് നടത്തുന്നു. അപ്പോഴേക്കും ഹൈക്കോടതി അത് തടയുന്നു. അങ്ങനൊരു അന്വേഷണത്തിന് പ്രസക്തി ഇല്ല എന്ന് ഹൈക്കോടതി വിധിക്കുന്നു. അങ്ങനെ ഈ പാവപ്പെട്ട ആളുകൾ, സാധാരണക്കാർ, മത്സ്യത്തൊഴിലാളികൾ, അവർ വലിയ നൈരാശ്യത്തിൽ, വലിയ പ്രതിസന്ധിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അവർ പ്രതികരിക്കുന്ന സമുദായത്തിനും ഉത്തരവാദിത്വമില്ലേ? ക്രൈസ്തവർ ഈ രാജ്യത്തെ പൗരന്മാരല്ലേ? ചില നേരത്തെ സത്യങ്ങൾ നുണയായിട്ടേ മറ്റുള്ളവർക്ക് തോന്നും. അപ്പോൾ കത്തോലിക്ക സഭ അടക്കമുള്ള ആളുകൾ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ നിർബന്ധിതമായി. അതിലെന്താ തെറ്റുള്ളത്? അവരെ കൊണ്ട് ഇപ്പോൾ വലിയ ആവശ്യമൊന്നുമില്ലല്ലോ. അത് ശരിയാ, അടുത്തെങ്ങും ഒരു തെരഞ്ഞെടുപ്പൊന്നും വരാനില്ലല്ലോ. ഞാൻ മുനമ്പത്ത് പോയ ആളാണ്. ആ പാവങ്ങളുടെ കഷ്ടപ്പാട് കണ്ട് അതിൽ അനുതാപം പ്രകടിപ്പിച്ച ഒരാളാണ്. ഇപ്പോഴും ഞാൻ അവരുടെ കൂടെ തന്നെയാണ്. എൻ്റെ സഹാനുഭൂതി അവരോടാണ്. ഈ താത്വികമായിട്ടുള്ള പല വിഷയങ്ങളും പല ആൾക്കാരും പല സമയത്തും ഉന്നയിക്കുന്നുണ്ട്. ചില സംഘടനകളൊക്കെ ഇവിടെ എറണാകുളത്ത് വഞ്ചി സ്ക്വയർ ഹൈക്കോടതിയുടെ മുമ്പിൽ വലിയ പ്രസംഗങ്ങൾ നടത്തുന്നത് ഞാൻ കേട്ടു. ഭാരതത്തിന്റെ ആത്മാവ് കാണണമെങ്കിൽ നിങ്ങൾ ഗ്രാമങ്ങളിലേക്ക് പോകൂ എന്ന് നമ്മെ ആഹ്വാനം ചെയ്ത ആ മഹാൻ കണ്ട സ്വപ്നം എന്തായിരുന്നു? ആ മഹാൻ കണ്ട സ്വപ്നം എന്നൊന്ന് പറഞ്ഞേ. അതുപോലെ പറവൂരും ഇതുപോലെയുള്ള സമ്മേളനങ്ങൾ നടത്തി, വൈപ്പിലും സമ്മേളനങ്ങൾ നടത്തി. അവരൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. ഇത് കാലാകാലങ്ങളോളം മുനമ്പത്തെ വസ്തു വഖഫായിട്ട് തുടരും, അതിനൊരു മാറ്റവും ഉണ്ടാകുകയില്ല, ക്രൈസ്തവ സഭകളുടെ പിത്തലാട്ടമൊന്നും ഇവിടെ നടക്കുകയില്ല എന്നൊക്കെ ഭീഷണിപ്പെടുത്തുകയും വെല്ലുവിളിയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവർ വെല്ലുവിളിക്കാനൊന്നും പോയില്ല. അവർ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ മെമ്പർമാരോട് ആവശ്യപ്പെട്ടു, ഈ ബില്ലിനെ നിങ്ങൾ അനുകൂലിക്കണം. അങ്ങനെ പറയാനുള്ള അവകാശം അവർക്കില്ലേ? അവർ ഈ രാജ്യത്തെ പൗരന്മാരല്ലേ? കത്തോലിക്ക മത മേലധ്യക്ഷന്മാർ റോമിൽ നിന്ന് വന്നവരൊന്നും അല്ലല്ലോ. ഈ നാട്ടിൽ തന്നെ ജനിച്ചു വളർന്ന് ഇവിടെ തന്നെ സെമിനാരിയിൽ പഠിച്ച് പൗരോഹിത്യം സ്വീകരിച്ച് മതമേലധ്യക്ഷന്മാരായവരാണ്. ഇവിടെ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുന്നത്. അവർ ന്യായമെന്ന് അവർക്ക് ബോധ്യമുള്ള ഒരു കാര്യത്തിൽ ഒരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നു. അത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പാസ്സാക്കപ്പെടുന്ന വഖഫ് നിയമ ഭേദഗതിയുമായിട്ട് സത്യത്തിൽ അത്ര വലിയ ബന്ധമുള്ള കാര്യമല്ല. പക്ഷേ ഇവരുടെ ന്യായമായ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. 100% ഞാൻ യോജിക്കുന്നു. അല്ലാതെ മറ്റ് വ്യവസ്ഥകളിലൊന്നും അവർക്ക് യാതൊരു തർക്കമില്ല. എന്ത് വ്യവസ്ഥ പാസ്സാക്കിയാലും പാസ്സാക്കിയില്ലെങ്കിൽ അവർക്ക് ഒന്നുമില്ല. പക്ഷെ ന്യായം എന്ന് അവർ വിചാരിക്കുന്ന ചില കാര്യങ്ങൾ, അതിപ്പോൾ ഫ്രാൻസിസ് ജോർജ് MP മുനമ്പത്ത് വന്ന് പ്രസംഗിച്ചെന്താ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ ഭേദഗതി പാർലമെൻറ്റിൽ വരുമ്പോൾ അതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യും എന്നാണ്. പിന്നീട് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ പറ്റാത്ത അവസ്ഥ.
അദ്ദേഹം മറുകണ്ഠം ചാടുന്ന അവസ്ഥ. ഹൈബീഡെന്ന് അറിയാമല്ലോ അവിടെ എന്ത് സംഭവിക്കുന്നത്. അദ്ദേഹം ഈ വിവാദപ്പെട്ട ആളല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളോ? എനിക്കെന്താ കുഴപ്പം? പടച്ചോനെ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നുന്നു. അത് സന്ധ്യയാവാൻ പോകുന്നോണ്ട് തോന്നുന്നായിരിക്കും. എന്ത് ഇരുട്ട്? അപ്പൊ നെഞ്ചിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീയ? എടാ, എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോ. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. അത് എല്ലാ എം പിമാർക്കും അറിയാം. ഇത് യാതൊരു ന്യായവുമില്ലാത്ത ഒരവകാശവാദമാണ് ഈ കാര്യത്തിൽ വഖഫ് ബോർഡ് മുന്നോട്ട് വച്ചിട്ടുള്ളതെന്നുള്ളതാണ്. ഈ പ്രശ്നം എത്ര മാസമായിട്ട് ഇവിടെ ചർച്ചകളിലാണ്. ഈ വഖഫ് ബോർഡിനെ കൊണ്ട് അവരുടെ നിലപാടിൽ നിന്ന് മാറ്റിക്കാൻ, പിന്നോട്ട് വലിപ്പിക്കാൻ UDF-കാരായ വഖഫ് ബോർഡ് മെമ്പർമാർക്ക് സാധിച്ചു. LDF-കാർക്ക് സാധിച്ചു. ഈ ചെയർമാൻ എന്ന് പറഞ്ഞ ആളാരാണ്? LDF-കാരനാണ്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് PSC ചെയർമാനായിരുന്നതാണ്. ഇപ്പോൾ അദ്ദേഹം വഖഫ് ബോർഡ് ചെയർമാനായിരിക്കും. രണ്ടിലും അദ്ദേഹത്തെ ആ സ്ഥാനത്തേക്ക് നിയോഗിച്ചത് CPM ആണ്. അപ്പോൾ ഇപ്പോൾ ഇവർക്ക് വേണ്ടി മുതലക്കണ്ണീർ ഒഴുക്കുന്ന CPM-കാർക്ക് വേണ്ടി പറയാറുണ്ടല്ലോ, സഖാവേ, നമ്മുടെ പാർട്ടിയുടെ നിലപാട് ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കുടിയൊഴിപ്പിക്കരുത് എന്നാണ്. അതുകൊണ്ട് വഖഫ് ബോർഡ് മുന്നോട്ട് വച്ച ഈ അവകാശവാദം പിൻവലിക്കണം എന്ന നിലപാടെടുക്കാറുണ്ടല്ലോ. അത് എടുക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ആളുകളെ പറ്റിക്കാനുള്ള പലവിധ അഭ്യാസങ്ങളിൽ ചിലത് മാത്രമാണ്. ഇതൊന്നും എല്ലാ കാലവും ചിലവാകുകയില്ല. അപ്പോൾ കത്തോലിക്ക മതം നേർത്തു ഇങ്ങനൊരു നിലപാടെടുത്തില്ലെങ്കിൽ പിന്നെ വൈദികന്മാർക്കും മെത്രാന്മാർക്കും വഴിയിലും നടക്കാൻ പറ്റാത്ത അവസ്ഥ വരും. കാരണം ഇവർ ഈ പാവപ്പെട്ട ആളുകൾ പിന്നെ അങ്ങോട്ട് പോകും. സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങളിലേക്ക് സഭയ്ക്ക് എത്തേണ്ടതായിട്ട് വരും. പക്ഷെ നമ്മുടെ മുമ്പിൽ യഥാർത്ഥ വിഷയം അതല്ല. വഖഫ് നിയമത്തിൽ വരുത്തേണ്ട ഭേദഗതികൾ, അത് വഖഫ് വസ്തുക്കൾ പലതും അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. അങ്ങനെയുള്ള അന്യാധീനപ്പെട്ടു പോകൽ തടയാനും അന്യാധീനപ്പെട്ട വസ്തുക്കൾ തിരിച്ചെടുക്കാനും വേണ്ടിയിട്ടാണ് നരസിംഹറാവുവിൻ്റെ സമയത്ത് ഭേദഗതികൾ കൊണ്ടുവന്നത്. അത് പോരാ എന്ന് പറഞ്ഞുകൊണ്ടാണ് മൻമോഹൻ സിംഗിൻ്റെ സമയത്ത് പിന്നെയും ഭേദഗതികൾ കൊണ്ടുവന്നത്. അതിൽ ചിലതൊക്കെ അമിതമായി പോയി, വഖഫ് ബോർഡിന് അമിതമായ അധികാരങ്ങൾ നൽകി എന്നൊരു തോന്നലുണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ മറിച്ചുള്ള ഭേദഗതികൾ ആവശ്യമായിട്ട് വരുന്നത്. ഈ ഭേദഗതികളൊക്കെ കാലാകാലങ്ങളിൽ ആവശ്യമായിട്ട് വരും. ഇനി വേറൊരു സർക്കാർ വരുമ്പോൾ ഇതിൽ വേറൊരു തരത്തിലുള്ള ഭേദഗതി വരാം. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ. നമ്മുടെ ചർച്ചാ വിഷയം അതല്ല. എന്തുകൊണ്ട് ക്രൈസ്തവ സഭകൾ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭ, കത്തോലിക്ക മെത്രാൻ സമിതി ഇങ്ങനൊരു നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ്. ഞാൻ അതിൻ്റെ ഉത്തരവാണ് പറഞ്ഞത്. മുനമ്പം പോലെ വലിയൊരു മാനസിക ജയശങ്കർ, ഒരു സാമൂഹ്യ വിഷയം ഇതിപ്പോ കോൺഗ്രസ് അടക്കം പ്രതിപക്ഷ കക്ഷികൾ വിപ്പ് കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ ബില്ലിനെ എതിർത്തോട്ടി കേരളത്തിലെ MP-മാർ, അത് UDF MP-മാരെ ഉദ്ദേശിച്ചാണല്ലോ, അവർ ഈ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യണമെന്ന് കത്തോലിക്ക മെത്രാൻ സമിതി പറഞ്ഞു. CBCയും ഇതേപോലെ ഒരു ആഹ്വാനം നടത്തി. ഇതിപ്പോൾ ഈ ബില്ല് ലോക്സഭയിൽ പാസ്സാക്കി കഴിഞ്ഞാൽ അത് കേരള കത്തോലിക്ക മെത്രാൻ സമിതി ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ആണെങ്കിൽ പോലും അത് കേരളത്തിലെ രാഷ്ട്രീയത്തെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുമോ? അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുമോ? ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷമായി. അത് തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൽ സത്യത്തിൽ ഇത് കേവലം വഖഫിന് അപ്പുറത്തേക്കുള്ള ചില വിഷയങ്ങൾ. ഇത് ഒരു പൊതു മണ്ഡലത്തിൽ പറയുന്നതിന് തന്നെ നമുക്ക് ചില പരിമിതികളുണ്ട്. എങ്കിൽ പോലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതിൻ്റെ ഉത്തരം വളരെ ക്രൂരമാണ്. 2019 മുതൽക്ക് ക്രൈസ്തവ സഭകൾ UDF-ൽ നിന്നും കോൺഗ്രസിൽ നിന്നും വളരെ ഘട്ടം ഘട്ടമായിട്ട് അകലുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം, അതിനുശേഷം നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് നോക്കുക. തൃശ്ശൂർ, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി മുതലായ ജില്ലകളിൽ ക്രൈസ്തവ വോട്ടർമാർക്ക് കൂടുതൽ പ്രാമുഖ്യമുള്ള പ്രദേശങ്ങളിൽ UDF-നുണ്ടായി തിരിച്ചടി, നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായി തിരിച്ചടി. അത് വളരെ പ്രകടമാണ്. ഇപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഈ വോട്ടുകൾ തിരിച്ചു വന്നു എന്നുള്ളത് ശരിയാണ്. എങ്കിൽ പോലും UDF-ൽ നിന്ന്, കോൺഗ്രസിൽ നിന്ന്, കേരള കോൺഗ്രസിൽ നിന്ന് ഈ ക്രിസ്ത്യൻ വോട്ടർമാർ, എല്ലാവരുമല്ല, അതിലൊരു ഭാഗം, ഒരു ചെറിയ ഭാഗം മാറിയാൽ പോലും റിസൾട്ടിൽ വലിയ വ്യത്യാസം വരും. അങ്ങനെ അവർ ഗ്രാജുവലായിട്ട് ഡിസ്റ്റൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് മറ്റ് പല കാരണങ്ങളുമുണ്ട്. നേരത്തെ ഹാഗിയ സോഫിയ മുതലായ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ അന്തർദേശീയ വിഷയങ്ങളാണ്. അതുപോലെ 80-20 അനുവാദം ഉണ്ടായിരുന്നു. സവർണ സംവരണത്തെ മുസ്ലിം ലീഗ് എതിർത്ത് അടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. പല വിഷയങ്ങളുണ്ടായിരുന്നു. അതൊക്കെ വിശ്വാസികളുടെ ഇടയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ പുറകിൽ വൈദികന്മാരുടെ പരോക്ഷവും പ്രത്യക്ഷവുമായിട്ടുള്ള പ്രേരണ ഉണ്ടായിരുന്നു. ക്രൈസ്തവരെ അത്ര പെട്ടെന്നൊന്നും വർഗീയമായ രീതിയിൽ ധ്രുവീകരിക്കാൻ സാധ്യമല്ല, എളുപ്പമല്ല. കുറേ കൂടി വിദ്യാഭ്യാസമുള്ളവരും ചിന്താശക്തിയുള്ളവരും ആയതുകൊണ്ട് ഹിന്ദുക്കളെക്കാളും മുസ്ലിങ്ങളെക്കാളും വളരെ മന്ദഗതിയിൽ മാത്രമേ ഇവരുടെ ഇടയിൽ മാറ്റം വരുത്താൻ പറ്റൂ. പക്ഷേ ഒരു മാറ്റം വളരെ കുറേശ്ശെ ഉണ്ടായിരുന്നു. അങ്ങനെ പറയരുത്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമ്മളതൊരു ഭാഗികമായിട്ട് കണ്ടു. ഇപ്പോൾ പത്തനംതിട്ട മണ്ഡലത്തിലെ വോട്ടിൻ്റെ കണക്ക്, കോട്ടയത്തെ വോട്ടിൻ്റെ കണക്ക്, തൃശ്ശൂരെ വോട്ടിൻ്റെ കണക്ക്, ഇതൊക്കെ നോക്കിയാൽ വളരെ വ്യക്തമാണ് ആ വോട്ടുകൾ എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു എന്നുള്ളത്.
അപ്പോൾ കഴിഞ്ഞ 2019 21 ഈ വോട്ടുകൾ ഗണ്യമായിട്ട് LDFിലേക്കാണ് പോയത്. അതിന് കാരണമുണ്ട്. UDF എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് നയിക്കുന്ന ഒരു സംവിധാനമാണെന്ന്. പ്രത്യക്ഷത്തിൽ രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രിയെങ്കിൽ പോലും ഭരണത്തിൻ്റെ നിയന്ത്രണം കുഞ്ഞാലിക്കുട്ടിക്കായിരിക്കും എന്ന ഒരു ധാരണ മധ്യ തിരുവിതാംകൂർ ഭാഗത്ത് ഇവർ വളരെ കൃത്യമായിട്ട് പരത്തിയിരുന്നു. അപ്പോൾ ഞാനിതിൻ്റെ നടുക്ക് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാനാണിത് ആദ്യമായിട്ടൊരു പൊതുമണ്ഡലത്തിൽ പറഞ്ഞത്. അന്ന് ഒരുപാട് പേരെ എന്നെ കുറ്റപ്പെടുത്തി കല്ലെറിഞ്ഞു. ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇപ്പോൾ അവർക്കൊക്കെ ബോധ്യമായി. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്കും മനസ്സിലായി, മുനീറിനും മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായി. ഇപ്പോൾ എല്ലാവർക്കും ബോധ്യമായി. ഇപ്പോൾ വഖഫ് നിയമം എന്ന് പറഞ്ഞത് ഈ ഒട്ടകത്തിൻ്റെ നടുവൊടിച്ച അവസാനത്തെ വൈക്കോൽ തുരുമ്പാണ്. അതാണിപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് അവർക്ക് ഒരു റാലിയിങ് പോയിൻ്റായിട്ട് മാറി എന്നുള്ളതാണ് സത്യം. ആദ്യഘട്ടത്തിൽ ഈ വരാപ്പുഴ അതിരൂപത അല്ലെങ്കിൽ കോട്ടപ്പുറം രൂപതയിൽപ്പെട്ട ആളുകൾ മാത്രമുണ്ടായിരുന്നു, വൈദികർ മാത്രമുണ്ടായിരുന്നു. പക്ഷേ അടുത്ത ഘട്ടത്തിൽ കേരള കത്തോലിക്ക മെത്രാൻ സമിതി ശക്തമായിട്ട് ഇവരുടെ കൂടെ വരികയും അത് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള അവരുടെ അംബർല ഓർഗനൈസേഷനെ പോലും ഈ രംഗത്ത് കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അത് BJPയുടെ വിജയമാണോ ഇനി മെത്രാന്മാരുടെ മാനസാന്തരമാണോ എന്നുള്ള വേറെ ചോദ്യമാണ്. നമ്മളെ സംബന്ധിച്ചുള്ള ആ ചോദ്യം അല്ലല്ലോ പ്രസക്തം. ആളുകളിൽ എന്ത് മാറ്റം ഉണ്ടാക്കി എന്നുള്ളതാണ്. ഇപ്പോൾ ഹൈബി ഇടനെ പോലെ, അല്ലെങ്കിൽ നമ്മുടെ ബെന്നി ബെഹനാനെ പോലെ, ഫ്രാൻസിസ് ജോർജിനെ പോലെ, D കുര്യാക്കോസിനെ പോലെ അരമനകൾ കയറി ഇറങ്ങി വോട്ട് പിടിച്ച ആളുകളുണ്ടല്ലോ, അവർക്കാണ് ഉത്തരവാദിത്വം. PT തോമസിൻ്റെ അല്ലെങ്കിൽ പുള്ളിക്ക് പ്രശ്നമില്ലായിരുന്നു. കാരണം പുള്ളി അങ്ങനെ കയറി ഇറങ്ങി നടക്കുന്ന ആളായിരുന്നില്ല. അതുകൊണ്ട് പുള്ളിക്ക് പ്രശ്നമില്ല. നേരെ മറിച്ച് മെത്രാൻ അരമനയിലും പള്ളിമേടയിലും കയറി ഇറങ്ങി വോട്ട് പിടിക്കുന്ന കുറേ ആളുകളുണ്ട്. അധികം പേര് കോൺഗ്രസ്സുകാരാണ്, ബാക്കി കേരള കോൺഗ്രസ്സുകാർ. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. എന്ത് ചൂട് വടക്കോ? അല്ല, ഇവിടെ ചൂടേ ഫാനിലടാ ഉണ്ടെങ്കിൽ കാറ്റുള്ളായിരുന്നു. എന്റെ കാറ്റ് ഇപ്പൊ പോവും, അതുകൊണ്ടോ? അവർക്ക് ബാധ്യതയുണ്ട്. മെത്രാന്മാരെ കാണുമ്പോൾ നിങ്ങൾ എന്തേ ചെയ്ത് എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായ ഉത്തരം പറയാനുള്ള ബാധ്യതയുണ്ട്. നേരത്തെ തന്നെയുള്ള ഈ ഭിന്നതയെ, ഈ ധ്രുവീകരണത്തെ കൂടുതൽ രൂക്ഷമാക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഈ വഖഫ് നിയമ ഭേദഗതിയിൽ കൂടി ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ അമിത്ഷാ ഒരു ബില്ല് കൊണ്ടുവന്ന് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് അറിയാമല്ലോ അത് എങ്ങനെ പാസ്സാക്കി എടുക്കുന്നത്. ഇതൊക്കെ പിന്തുണയൊക്കെ ഉറപ്പാക്കിയതിന് ശേഷമാണ് അദ്ദേഹം ബില്ലുമായിട്ട് വന്നിട്ടുള്ളത്. JPCക്ക് വിട്ടത് തന്നെ അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ്. ഇതൊക്കെ പുള്ളിയുടെ പല ട്രിക്കുകളിൽ ഒരു ട്രിക്ക് മാത്രമാണ്. പഴശ്ശിയുടെ യുദ്ധങ്ങൾ കമ്പനി കാണാൻ പോകുന്നതേ ഉള്ളൂ. അവരുടെ ഉദ്ദേശം സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുക എന്നുള്ളതാണ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ. അങ്ങനെ ഒരു ധ്രുവീകരണം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ പല പരിപാടികൾ ചെയ്തിട്ട് തുടർച്ചയായിട്ട് ഇപ്പോൾ ഇത് ചെയ്യുന്നു. അവർക്ക് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യമാണ്. ഇവിടുത്തെ ഒരു പരിമിതമായ ഒരു വൃത്തത്തിൽ ഈ കത്തോലിക്ക മെത്രാൻ സമിതിയെ വെറുപ്പിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പ്രശ്നമില്ല. കാരണം ഈ ക്രിസ്ത്യൻ വോട്ടിൽ വളരെ ചെറിയൊരു ഭാഗമേ CPMന് കിട്ടാറുള്ളൂ. ഇനിയും അതേ കിട്ടാൻ പോകുന്നു. ഇനിയിപ്പോൾ കൂടുതൽ വില കിട്ടിയാൽ അത് ലാഭം എന്ന് വിചാരിച്ചിട്ടാണ്. CPMകാർ ഇതിലൊക്കെ സന്തോഷിക്കുന്നവരാണ്. കാരണം ഭരണ തുടർച്ച ഉണ്ടാക്കാനായിട്ട് ഇങ്ങനൊരു ധ്രുവീകരണമാണ് നല്ലത് എന്നവർക്കറിയാം. അതുകൊണ്ടാണ് CPM വളരെ സോഫ്റ്റ് പെഡൽ ചെയ്തത്. അവർ ശക്തമായിട്ട് ഈ വഖഫ് നിയമ ഭേദഗതി ചേർക്കും. കാരണം അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, കിട്ടാൻ വല്ലതൊക്കെ ഉണ്ട് താൻ. ഇതാണ് അതിൻ്റെ അകത്തുള്ള വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു രാഷ്ട്രീയം.